വാഹനപ്രേമികൾക്ക് ആവേശകരമായ വർഷമായിരുന്നു 2025. സ്കോഡ ഒക്ടാവിയ RSഉം ഫോക്സ് വാഗൺ ഗോൾഫ് GTIയും ഒടുവിൽ ഇന്ത്യൻ തീരങ്ങളിലെത്തിയ വർഷം. രണ്ടും ഒരേ 2 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് നൽകുന്നത്. രണ്ടും CBO ആയിട്ടാണ് വരുന്നത്. രണ്ടും കിടിലൻ ഡ്രൈവിംഗ് സുഖം വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഇതിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ ഏതായിരിക്കും എടുക്കുക? നോക്കാം. ഒരു മികച്ച പെർഫോമൻസ് സെഡാനാണ് ഒക്ടാവിയ RS. അതേസമയം ഗോൾഫ് GTI ഒരു സാധാരണ ഹോട്ട് ഹാച്ച്ബാക്ക് ആണ്. എന്നിരുന്നാലും വളരെ വലുതാണ്. 4.2 മീറ്റർ നീളവും 2627 mm വീൽ ബേസുമുള്ള GTI ഹ്യുണ്ടായി ക്രെറ്റ പോലുള്ള ഒരു മിഡ് സൈസ് SUVയുടെ അത്രയും വലുതാണ്. മറുവശത്ത് ഒക്ടാവിയ RS 2677 mm വീൽ ബേസോടെ 4.7 മീറ്റർ വരെ നീളം വർദ്ധിപ്പിക്കുന്നു. ഇത് GTIയേക്കാൾ ഏകദേശം 74 കിലോഗ്രാം കൂടുതലാണ്. രണ്ട് കാറുകളും സാങ്കേതികവും സിഗ്നേച്ചർ പെർഫോമൻസ് ടച്ചുകളും കൊണ്ട് നിറഞ്ഞതാണ്. 12.9 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, മെമ്മറി, മസാജ് ഫംഗ്ഷനുകളുള്ള പവർഡ് ഫ്രണ്ട് സീറ്റുകൾ, HUD, മാട്രിക്സ് LED ഹെഡ്ലാമ്പുകൾ, ഇലക്ട്രിക് ടെയിൽ ഗേറ്റ്, 10.2 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നിവ ഒക്ടാവിയ RSൽ ഉൾപ്പെടുന്നു. ഒരു CBO ആയി എത്തുന്ന ഗോൾഫ് GTIക്ക് അതിന്റേതായ സ്പോർട്ടി ക്യാബിൻ ഡീറ്റെയിലിംഗ്, സമാനമായ ഡിജിറ്റൽ കോക്പിറ്റ്, ഇൻഫോർടൈൻമെന്റ് സജ്ജീകരണം, ഹീറ്റഡ് സ്റ്റിയറിംഗ് വീൽ, പനോരമിക് സൺറൂഫ് എന്നിവയുമുണ്ട്. രണ്ടിനും RS GTI നിർദ്ദിഷ്ട സീറ്റുകൾ, ചുവന്ന ആക്സന്റുകൾ, സ്പോർട്ടി അലോയ് വീലുകൾ എന്നിവയും ലഭിക്കും. രണ്ട് കാറുകളിലും 261 bhp കരുത്തും 370 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 2 ലിറ്റർ TSI പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുൻ ചക്രങ്ങളിലേക്ക് പവർ എത്തിക്കുന്ന 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഗിയർ ബോക്സ് ആണ് ട്രാൻസ്മിഷൻ ചുമതലകൾ നിർവഹിക്കുന്നത്. 19 ഇഞ്ച് അലോയ് വീലുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഒക്ടാവിയയിൽ 50 ലിറ്റർ ഇന്ധന ടാങ്ക് ഉൾപ്പെടുന്നു. അതേസമയം ഗോൾഫ് GTIയിൽ 18 ഇഞ്ച് വീലുകളും അല്പം ചെറിയ 45 ലിറ്റർ ടാങ്കുമുണ്ട്. എന്നിരുന്നാലും GTIയുടെ ചെറിയ വീൽ ബേസും ഭാരക്കുറവും അതിനെ കൂടുതൽ ചടുലമാക്കും. ഈ വർഷം ആദ്യം 53 ലക്ഷം രൂപ എക്സ്ഷോറൂം വിലയിലാണ് ഗോൾഫ് GTI പുറത്തിറക്കിയത്. ഇപ്പോൾ GST 2.0യുടെ ആനുകൂല്യങ്ങൾ നേടുന്നതോടെ ഈ വില 50.90 ലക്ഷം രൂപയായി കുറയും. അതേസമയം പുതുതായി പുറത്തിറക്കിയ സ്കോഡ ഒക്ടാവിയ RSന് 49.99 ലക്ഷം രൂപ എക്സ്ഷോറൂം വിലയുണ്ട്. ഇത് GTIയേക്കാൾ ഏകദേശം 91,000 രൂപ കൂടുതൽ താങ്ങാനാവുന്ന വിലയാക്കുന്നു. രണ്ട് മോഡലുകളും ഇതിനോടകം തന്നെ വിറ്റു തീർന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഫോക്സ് വാഗന്റെ 150 GTIകളുടെ ആദ്യ ബാച്ചും സ്കോഡയുടെ 100 ഒക്ടാവിയ RS യൂണിറ്റുകളും ദിവസങ്ങൾക്കുള്ളിലാണ് വിറ്റുതീർന്നത്. GTIക്കുള്ള രണ്ടാമത്തെ ബാച്ച് ഉടൻ തന്നെ പുറത്തിറക്കുമെന്ന് ഫോക്സ് വാഗൺ സ്ഥിരീകരിച്ചതാണ് മറ്റൊരു സന്തോഷ വാർത്ത. അതിശയകരമാം വിധം വിലയുള്ള കരുത്തുറ്റ സവിശേഷതകളാൽ സമ്പന്നമായ സെഡാനാണോ അതോ ഏതൊരു വാഹനപ്രേമിയുടെയും സ്വപ്നമായ ഒതുക്കമുള്ള ഒരു ഹോട്ട് ഹാച്ച്ബാക്ക് ആണോ വാങ്ങുന്നത് എന്ന് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം.